മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. ഡിസിസി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തിയിരിപ്പ് സമരം നടത്തി. നേതൃത്വത്തിനെതിരെ വീണ്ടും നഗരത്തിൽ പോസ്റ്റർ. തോൽവിയെ തുടർന്ന് ഇടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ ശ്രമം. തൃശൂരിൽ വീഴ്ചയുണ്ടായെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. തൃശൂർ പൂരം നടത്തിപ്പിന് മാറ്റമുണ്ടാകുമെന്നും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത് കോർപ്പറേഷൻ മേയർ. വനിതാ ഹൌസ് സർജനെ അപമാനിച്ച ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജറി യൂണിറ്റ് ചീഫ് പോളി ടി ജോസഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നടപടി പഠനയാത്രയ്ക്കിടെ അപമാനിച്ചുവെന്ന പരാതി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുതെന്ന് തീരുമാനം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നടപടിയും പിൻവലിച്ചു. അയ്യന്തോൾ ഔട്ട്പോസ്റ്റിന് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ മോഷണം പോയി. ഒളരി മദർ ആശുപത്രിയിലെ ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് വികസനം. CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലക്കൽ സെന്ററിലെ കോൺക്രീറ്റിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാൻ തീരുമാനം. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര, മണലി, മടവാക്കര, കാച്ചക്കടവിലാണ് ശുചിമുറി മാലിന്യം അടക്കമുള്ളവ ഒഴുകിയെത്തുന്നത്. വാർത്തകൾ വിശദമായി. കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ അണികളുടെ പ്രതിഷേധം തുടരുന്നു. കെ മുരളീധരനെ കുരുതി കൊടുത്ത TN പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DCC ഓഫീസിനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തിയിരിപ്പ് സമരം നടത്തി. നാട്ടിക സ്വദേശി ഇസ്മയിൽ അറയ്ക്കലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്ലക്കാർഡ് പിടിച്ചാണ് ഒറ്റയാൾ സമരം നടത്തിയത്. അതിനിടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നഗരത്തിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബിന് മുന്നിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നേതാക്കൾ ഇടപെട്ട് പോസ്റ്ററുകൾ കീറിക്കളഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് ഇടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമം തുടങ്ങി. കെ മുരളീധരനുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. മുരളീധരന്റെ കോഴിക്കോടുള്ള വസതിയിലെത്തിയായിരുന്നു ചർച്ച. തൃശൂരിലെ തോൽവിയിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഇക്കാര്യം പാർട്ടി അന്വേഷിക്കും. കെ മുരളീധരനെ പൊതുരംഗത്തേക്ക് തിരിച്ചുകൊണ്ടുവരും. എന്ത് പദവി നൽകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച 1,32,000 ഭൂരിപക്ഷം വോട്ട് ചോർന്നതാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി. പരമ്പരാഗതമായി UDFന് ലഭിച്ചു വന്നിരുന്ന വോട്ടുകൾ പൂർണ്ണമായും കെ മുരളീധരന് ലഭിച്ചിട്ടില്ലെന്നത് ഗൌരവത്തോടെ കണ്ട് പരിഹാരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും തൃശൂർ പൂരം നടത്തിപ്പിന് മാറ്റമുണ്ടാകുമെന്നും നിയുക്ത MP സുരേഷ് ഗോപി പറഞ്ഞു. ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമ ചെയ്യാനാണ് മോഹം. അക്കാര്യം തന്റെ നേതാക്കളെ അറിയിക്കും. പക്ഷേ പാർട്ടി പറഞ്ഞാൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന് അനിവാര്യതയാണെങ്കിൽ മന്ത്രിയാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമിക്കും. താൻ മെട്രോയുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നതിന് ചാണകം എന്ന് വിളിച്ച് ചിലർ പരിഹസിച്ചു. ചാണകത്തെ ഇവർ പാർലമെന്റിൽ സഹിക്കട്ടെയെന്നും സുരേഷ് ഗോപി തിരിച്ചടിച്ചു. CPM BJP ഡീൽ നടന്നുവെന്ന ദല്ലാൾ നന്ദകുമാറിന്റെ പരാമർശത്തോട് പ്രതികരിച്ച സുരേഷ് ഗോപി CPMന്റെയും കോൺഗ്രസിന്റെയും വോട്ട് തനിക്ക് ഒരുപോലെ കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. തനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ 6 കുടുംബങ്ങൾ ഭീഷണി നേരിടുന്നുണ്ട്. അവരെ ചേർത്ത് നിർത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ തൃശൂരിന്റെ മാത്രം MP ആയിരിക്കില്ല, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കൂടി MP ആയിരിക്കും. ഇത്രയും വോട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇവിടുത്തെ നാരീശക്തിക്ക് വേണ്ടി നബാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ആ പഴയ തീരുമാനത്തിലേക്ക് പുനഃക്രമീകരണം നടത്താൻ ശ്രമിക്കുമെന്നും കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങൾക്കുമുള്ള സമർപ്പണമായിരിക്കുമിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ്. ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ 2 നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക് നീട്ടും എന്നല്ല പറഞ്ഞു, നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു.
എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട്, എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത്. വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം നിലകൊള്ളും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ നാരീശക്തിക്ക് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നത് നബാർഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാന മാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. നിയുക്ത MP സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത മേയർ MK വർഗീസ്. തൃശൂരിൽ സുരേഷ് ഗോപി തുടങ്ങിവച്ചതും ഇനി ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് മേയർ സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിലായിരുന്നു ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. വനിതാ ഹൌസ് സർജനെ അപമാനിച്ച ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജറി യൂണിറ്റ് ചീഫ് ഡോക്ടർ പോളി ടി ജോസഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പഠനയാത്രയ്ക്കിടെ അപമാനിച്ചുവെന്നാണ് പരാതി. തുടർന്ന് പ്രിൻസിപ്പലിന് ഹൌസ് സർജൻ പരാതി നൽകുകയായിരുന്നു. മെഡിക്കൽ കോളേജ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുതെന്ന് തീരുമാനം. MLA PP സുമോദിന്റെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് നടപടി. ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന സ്കൂൾ വാഹനങ്ങളുടെ ലിസ്റ്റ് 15-നകം ടോൾ പ്ലാസ അധികൃതർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നടപടിയും പിൻവലിച്ചു. ഈ മാസം 1 മുതൽ പ്രദേശവാസികൾ, സ്കൂൾ വാഹനങ്ങൾ എന്നിവർ ടോൾ നൽകണമെന്ന് ടോൾ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചത്. അയ്യന്തോൾ ഔട്ട് പോസ്റ്റിന് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ മോഷണം പോയി. ഒളരി മദർ ആശുപത്രിയിലെ ഡോക്ടർ പുല്ലോലിക്കൽ വീട്ടിൽ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുജോലിക്കാരി വന്ന് വാതിൽ തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ്. വീടിന്റെ പുറകുവശത്തെ ഇരുമ്പുവാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വീടിനകത്തെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. ശുചിമുറിയിലെ പൈപ്പും തുറന്നിട്ടിരുന്നു. 3 മോതിരവും ചെയിനുമാണ് മോഷണം പോയത്. CCTV തകർത്ത നിലയിലാണ്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് വികസനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലക്കൽ സെന്ററിലെ കോൺക്രീറ്റിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാനും നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ഊരകം മുതൽ പുച്ചിനിപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റിംഗ് ഒഴിവാക്കി മെക്കാഡം ടാറിംഗ് നടത്തണമെന്ന് ജനപ്രതിനിധികളും ബസ് ഉടമകളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചേർപ്പിൽ നടന്ന യോഗത്തിൽ KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഷ്റഫ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ്, ചേർപ്പ് അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുജിഷ കള്ളിയത്ത്, ഹരി C നരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബസ് ഉടമകൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത്. ശുചിമുറി മാലിന്യം അടക്കമുള്ളവ ഒഴുകിയെത്തുന്നതായി നാട്ടുകാർ പറയുന്നു. മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി. തലൂർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത്. അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ്. ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറി. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത്. നിരവധി ചരക്കുവാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്ത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിനിരുവശവും തള്ളുന്നത് പതിവാണ്. എല്ലാ മാലിന്യങ്ങളും അറക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത്. ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത്.
അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്റെ വീട് ഇതിന്റെ അപ്പുറത്താണ്. ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ണടിച്ചിട്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കട്ടെ. ഇത് തന്നെയല്ല, ഇത് കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ്. നമ്മുടെ കുടിവെള്ളം എടുക്കുന്നത് ഇതിന്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ്. അപ്പൊ ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒരാൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ, ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ചയുണ്ടാകുന്നു. പുഴയിൽ കാച്ചക്കടവിന് 500 മീറ്റർ താഴെ എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ചുള്ള പരിഷത്ത് പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം, മണം, കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ കെ അനീഷ് കുമാർ പറഞ്ഞു. മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. തിരഞ്ഞെടുപ്പ് പന്തയത്തിന് സന്തോഷകരമായ പര്യവസാനം. ചാവക്കാട് ശ്രീ നാഗയക്ഷി ക്ഷേത്രപ്പറമ്പിൽ വെച്ചായിരുന്നു BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ പന്തയം വെച്ചത്. ഫലപ്രഖ്യാപനം തലേദിവസം ഇരുവരും തങ്ങളുടെ കാറുകളായിരുന്നു പന്തയം വെച്ചത്. BJP ജയിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകൻ തെക്കൻ ബൈജുവിന്റെ വാഗണർ കാർ BJP പ്രവർത്തകൻ ചില്ലി സുനിലും, കോൺഗ്രസ് ജയിച്ചാൽ സുനിലിന്റെ മാരുതി ഷിഫ്റ്റ് ഡിസയർ ബൈജുവിനും കൊടുക്കും എന്നായിരുന്നു പന്തയം. സുരേഷ് ഗോപി വിജയം കണ്ടതോടെ പന്തയത്തിൽ സുനിലും വിജയിക്കുകയായിരുന്നു. ക്ഷേത്രനടയിൽ വെച്ച് തന്നെ താക്കോൽ കൈമാറുകയും ചെയ്തുവെങ്കിലും ഉറ്റ സുഹൃത്ത് ബൈജുവിന് സുനിൽ താക്കോൽ തിരിച്ചു നൽകി. ഇരുവരും പരസ്പരം മധുരം കൈമാറി പന്തയം അവസാനിപ്പിക്കുകയായിരുന്നു. ബൈജുവിനിട്ട്, കോൺഗ്രസ് പ്രവർത്തകനായ ബൈജുവിനിട്ട് ഒരു ബെറ്റ്. അത് ഈ ഇലക്ഷൻ എന്നെ തലേ ദിവസം ഒരു 3-ാം തീയതി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ബെറ്റ്. അവൻ എന്നിട്ട് ബെറ്റ് വെക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിശോധനയിൽ 2 യാത്രക്കാരിൽ നിന്നായി 9.5 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ സ്വദേശി രാഹുൽ, കാട്ടൂർ സ്വദേശി അജിത്ത് എന്നിവരെ എക്സൈസും റെയിൽവേ ക്രൈം ഇന്റലിജൻസും RPFും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശി രാഹുലിൽ നിന്ന് 5 കിലോ കഞ്ചാവും കാട്ടൂർ സ്വദേശി അജിത്തിൽ നിന്ന് 4 കിലോ 700 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്. വിശാഖപട്ടണത്ത് നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ KS സജിത്ത്, RPF ഇൻസ്പെക്ടർ KA ഷമീർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസർമാരായ പ്രൈസ് മാത്യു, ഫിലിപ്സ് ജോൺ, സിജോ സേവിയർ, SU ജോസ് തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ദേശീയപാത കല്ലിടുക്ക് അടിപ്പാതയുടെ ഉയരം 5.5 മീറ്റർ ആക്കണമെന്നാവശ്യപ്പെട്ട് NH പ്രൊജക്ട് ഡയറക്ടർക്ക് കല്ലിടുക്ക് ജനകീയ സമിതി നിവേദനം നൽകി. ജനകീയ സമിതി പ്രസിഡന്റ് സുഭാഷ് കുമാർ, രക്ഷാധികാരികളായ സനോജ് തെക്കുംപാടം, T രമേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. അന്തരിച്ച CPM മുതിർന്ന നേതാവും കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി KS ശങ്കരന്റെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. വേലൂരിലെ വസതിയിലും CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. മന്ത്രി R ബിന്ദു, MLA മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പിള്ളി, മുരളി പെരുന്നെല്ലി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. വിടവാങ്ങിയത് ഇതിഹാസ സമരങ്ങളുടെ നായകൻ KS ശങ്കരൻ എന്ന വിപ്ലവ നക്ഷത്രത്തിന്റെ മനസ്സിലെ കനലടയ്ക്കാൻ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്കും ജയിൽവാസത്തിനും കഴിഞ്ഞിട്ടില്ല. ജീവിതം പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു നാട്ടുകാർ സ്നേഹത്തോടെ ശങ്കർജി എന്ന് വിളിച്ചിരുന്ന KS ശങ്കരൻ. 7 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ ഏറിയ പങ്കും ഉപയോഗിച്ചത് അവകാശ സമര പോരാട്ടങ്ങൾക്കായിരുന്നു. കേരളത്തിലെ കർഷക സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു KS. വേലൂർ മാറുമറക്കൽ അവകാശ സമരവും വാഴാനി കനാൽ തൊഴിലാളി സമരവും മിച്ചഭൂമി സമരവുമാണ് KS ശങ്കരൻ എന്ന വിപ്ലവകാരിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. വേലൂർ മണിമലർക്കാവ് വേലയിലെ അരിത്താലമെടുക്കുന്ന യുവതികൾ മാറുമറയ്ക്കാൻ പാടില്ല എന്ന ആചാരം നിലനിന്നിരുന്ന കാലത്ത് സ്ത്രീകളെ മാറുമറപ്പിച്ചുകൊണ്ട് താലമെടുപ്പിച്ച സാമൂഹിക സമരത്തിന് നേതൃത്വം നൽകുന്നതിൽ KS ശങ്കരൻ വലിയ പങ്കുവഹിച്ചു. 1955 തയ്യൂരിലെ ജന്മി കുടിയൊഴിപ്പിക്കലിനെ ചെറുത്ത സമരം, 1970 മുതൽ 80 വരെ നീണ്ടുനിന്ന മിച്ചഭൂമി സമരം,
1995 വാഴാനി കനാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ അവകാശ സമരം എന്നിവ KS ശങ്കരൻ എന്ന വിപ്ലവകാരിയുടെ പോരാട്ട ചരിത്രത്തിലെ ചില അധ്യായങ്ങളാണ്. സമരമുഖത്ത് വെച്ചും പോലീസ് വാഹനങ്ങളിലും ലോക്കപ്പുകളിലും അർദ്ധനഗ്നനാക്കിക്കൊണ്ട് നടത്തിയ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമുറകൾക്കും 9 വർഷത്തോളം അനുഭവിച്ച ജയിൽവാസത്തിനും ശങ്കർജിയുടെ പോരാട്ട വീര്യത്തെ ഒരു തരി പോലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഔബക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്താണ് സഖാവ് KS ശങ്കരൻ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത്. വേലൂരിലെ പ്രസിദ്ധമായ മാറുമറയ്ക്കൽ സമരം, മണിമലർക്കാവിലെ വേലൂരിലെ വാഴാനി കനാൽ സമരം, ഇവിടെ ഉണ്ടായ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന മിച്ചഭൂമി സമരം 1970 ഇതിലെല്ലാം നേതൃത്വപരമായ വലിയ പങ്കാണ് സഖാവ് KS വഹിച്ചത്. തൃശ്ശൂർ ജില്ലയിലെയും പ്രത്യേകിച്ച് തലപ്പള്ളി താലൂക്കിലെയും പുരോഗമന പ്രസ്ഥാനത്തിന് വലിയ നേതൃത്വമാണ് സഖാവ് KS ശങ്കരൻ വഹിച്ചത്. വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയായി. തൃശൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിലടയ്ക്കപ്പെട്ട നേതാവ് കൂടിയാണ് KS ശങ്കരൻ. പ്രിയപത്നി KV പുഷ്പയും സമര പോരാളിയാണ്. സമരം ചെയ്ത് കൈക്കുഞ്ഞുമായി ജയിലിൽ പോയ അനുഭവവും പുഷ്പയ്ക്കുണ്ട്. കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ചാണ് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്നതും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും. തലപ്പള്ളി താലൂക്കിലെ മിക്കവാറും എല്ലാ വീട്ടും പേരുകളും സ്ഥലങ്ങളും ആളുകളെയും എല്ലാം പഴയ ആളുകളെ മുഴുവൻ പേരെടുത്ത് പറയുന്ന KSനെ ഞങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി കണ്ടിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങൾ KSന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പറയാനുണ്ടായിരുന്നു. അതെല്ലാം കേൾക്കാൻ കഴിഞ്ഞ പുതിയ തലമുറയിലെ പ്രവർത്തകൻ എന്ന നിലയിൽ സഖാവ് KSനോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ തീവ്രമായ ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിലും ആ കരുത്തും പൊരുതി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയും ഒക്കെ തന്നെ ഒരു മാർഗരേഖയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. അടുത്ത കാലത്താണ് അസുഖം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായത്. അതുവരെ പ്രായാധിക്യത്തെ മറികടന്ന് പൊതുരംഗത്ത് സജീവമായിരുന്നു. യഥാർത്ഥ വിപ്ലവകാരിക്ക് വിശ്രമമില്ല എന്ന ആപ്തവാക്യം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയാണ് KS ശങ്കരൻ എന്ന വിപ്ലവ നായകൻ ഓർമ്മയാകുന്നത്. TCV എരുമപ്പെട്ടി. യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും 4 സെന്റിമീറ്റർ നീളമുള്ള കല്ല് ഡോക്ടർമാർ നീക്കം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 46 വയസ്സുകാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു. 1.5 മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് 4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള കല്ല് നീക്കം ചെയ്തത്. ഡോക്ടർമാരായ KJ ജീന, ദിവ്യ ഗോപിനാഥൻ, അനസ്തേഷ്യ ഡോക്ടർമാരായ VA ശ്യാംകുമാർ, ഡോക്ടർ റഷീദ് എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് ദ്രവിച്ച ഇരുമ്പുകമ്പികൾ പുറത്തേക്ക് അടർന്നു മാറിയ നിലയിൽ. പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർഷകർ. അന്തിക്കാട് കോൾപ്പാട് ശേഖരത്തിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്ന വളവും അനുബന്ധ സാധന സാമഗ്രികളും ഈ പാലത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. വിളവെടുക്കുന്ന നെല്ല് കയറ്റിയ ലോറികൾ മില്ലുകളിലേക്ക് എത്തിക്കുന്നതും ഏറെ കാലപ്പഴക്കമുള്ള ഈ പാലം വഴിയാണ്. പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം കോൾച്ചാലിൽ ഇറങ്ങിയപ്പോഴാണ് പാലത്തിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടറിഞ്ഞത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പാലത്തിന്റെ കീഴ്ഭാഗത്തെ സ്ലാബുകളുടെ തകർച്ച വേണ്ടവിധം മനസ്സിലാക്കാൻ കഴിയില്ല. ആകെ 3 സ്ലാബുകളുള്ള ഈ പാലത്തിലെ നടുവിലെ സ്ലാബാണ് നാശോന്മുഖമായിരിക്കുന്നത്. പാടശേഖരവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് സമീപവാസികളും കർഷകരും ആവശ്യപ്പെട്ടു. കോവിലകം നമ്മൾ കോളിലേക്ക് ഇറങ്ങുന്ന വഴിയിലുള്ളൊരു മെയിൻ പാലമാണിത്. ഇത് ഭയങ്കര അപകടാവസ്ഥയിലാണ്. ഞാനിപ്പോൾ നടുമടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ മൊത്തം ദ്രവിച്ചിട്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ നടുഭാഗം കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ലക്ഷക്കണക്കിന് വണ്ടികൾ പോകണമാണ്. കൊയ്ത്ത് കഴിഞ്ഞ കൊയ്ത്തിനൊക്കെ ഇതിലാണ് നമുക്ക് ലോഡ് നെല്ല് കയറ്റി പോയിട്ടുള്ളത്. ഇനി കൃഷി ആവശ്യങ്ങൾക്ക് ഈ വെള്ളം പറ്റി കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഈ റൂട്ടിൽ കൂടെ വരണമായിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട. കുറേ ആളുകളുടെ ജീവൻ്റെ ഒരു എന്താ പറയുക, ജീവൻ്റെ വിലയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ലോക ക്ലബ് ഫുഡ് വാരാചരണം ഉദ്ഘാടനം തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, കൌൺസിലർ റെജി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു.
കാലാവസ്ഥയുടെ മാറ്റത്തിൽ തിരിച്ചടിയേറ്റ് റംബൂട്ടാൻ കർഷകർ. ഏറെ വൈകി പൂക്കളിട്ടതും വിളവെടുപ്പിന്റെ വേള കനത്ത മഴയിലായതും കൊതിയൂറും റംബൂട്ടാൻ പഴങ്ങൾക്ക് ഇക്കുറി ആവശ്യക്കാർ കുറവായി. മരങ്ങളിലാകട്ടെ കായകൾ പിടിച്ചത് പകുതിയിലും കുറവും വന്നു. ഏതാനും വർഷങ്ങളായി ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വന്നിരുന്ന കാഴ്ച ഇക്കുറിയില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും കെട്ടിത്തൂക്കിയ റംബൂട്ടാൻ കുലകൾ വലിയ തോതിൽ വിൽപ്പന നടന്നിരുന്നു. തുടക്കത്തിൽ കിലോയ്ക്ക് 300-നും പിന്നീട് 250 രൂപയിലുമെല്ലാം കച്ചവടം പൊടിപൊടിച്ചു. ഇടനിരക്കാരില്ലാത്തതിനാൽ കർഷകർക്ക് ഇത് ചാകരയായിരുന്നു. ഇപ്പോഴാകട്ടെ തോട്ടങ്ങളിൽ ശുഷ്കിച്ച മരങ്ങളും മഴയുടെ കാഠിന്യത്താൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞതും ഇത്തവണത്തെ റംബൂട്ടാൻ കാലത്തെ ശോകമൂകമാക്കി. കനത്ത ചൂടും റംബൂട്ടാൻ മരങ്ങളിലെ കായ് വളർച്ചയെ തളർത്തി. കൃഷിഭവനുകളിൽ 250 രൂപയ്ക്ക് റംബൂട്ടാൻ വിൽക്കുമ്പോൾ ഇവ എത്തിക്കുന്ന കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ഊഹിക്കാം. പടിഞ്ഞാറേ ചാലക്കുടി കോട്ടാറ്റ് മുട്ടൻതോട്ടി വർഗീസിന്റെ വീട്ടിൽ ആകെയുള്ളത് 2 റംബൂട്ടാൻ മരങ്ങൾ. ഗൾഫ് ജോലി മതിയാക്കി നാട്ടിലെത്തിയ കൃഷിയിലേക്ക് തിരിഞ്ഞ ഇയാൾക്ക് കഴിഞ്ഞ തവണ വലിയ തോതിൽ പഴങ്ങൾ ലഭിച്ചു. എന്നാൽ 1/3 മാറി ഇത്തവണത്തെ വിളവ്. 2 മരമായാലും വെച്ചുപിടിപ്പിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനിപ്പോൾ 30 കിലോ വിറ്റു. അപ്പോൾ ഏത് വീട്ടുകാരനായാലും ചെറിയ സൗകര്യത്തിലായാലും 2 മരം വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് നല്ല മലേഷ്യൻ ഇനത്തിൽപ്പെട്ടതാണ്. നല്ലോണം ഉണ്ടാവുകയും ചെയ്യും, നല്ല വില കിട്ടുകയും ചെയ്യും, നല്ല മധുരമാണ് ഇതിൻ്റെ. കായ വരെ ഇതിൻ്റെ കുരു വരെ തിന്നാൻ പറ്റും. അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. സാധാരണ റംബൂട്ടാൻ വിൽക്കാറില്ല, കുട്ടികൾക്കും മറ്റും നൽകുകയാണ് പതിവ്. ഇത്തവണ ആർക്കും പ്രിയമില്ലാതായി. ഇപ്പോൾ കൃഷിഭവനിൽ കൊടുക്കുകയാണെന്നും വർഗീസ് മുട്ടൻതോട്ടി പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. പർവ്വതാരോഹകനും സാഹസിക സഞ്ചാരിയുമായ പാണഞ്ചേരി സ്വദേശി സൂരജ് രഘുനാഥ് ഏറ്റവും ഉയരം കൂടിയ കിളിമഞ്ചാരോയിലെ ഉഹുറു കൊടുമുടി കീഴടക്കാനൊരുങ്ങുന്നു. ഇതിനായി ജൂലൈ 8-ന് മുംബൈയിൽ നിന്നും പുറപ്പെടും. 11-ന് ട്രക്കിംഗ് ആരംഭിച്ച് 17-ന് അവസാനിക്കും. 8-അംഗ ട്രക്കിംഗ് സംഘത്തിലെ 5 മലയാളികൾ ഉള്ളതിൽ ഒരംഗമാണ് സൂരജ്. 1953-ൽ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലരിയും ടെൻസിംഗ് നോർഗയിൽ പോയിരുന്ന അപകടങ്ങൾ നിറഞ്ഞ ദുർഘടമായ പാതയായ സല്ലരി വഴി 12 ദിവസം ട്രക്ക് ചെയ്ത് ഒക്ടോബർ 9-നാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയത്. കേരളത്തിലെയും ഇന്ത്യയിലെയുമായി 20-ലധികം ചെറുപർവ്വതങ്ങളും സൂരജ് കീഴടക്കിയിട്ടുണ്ട്. എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലെ അക്കാഡമിക് കൌൺസിലറായി ജോലി ചെയ്യുന്ന സൂരജ് പാണഞ്ചേരി തെക്കൂട്ട് രഘുനാഥന്റെയും സുഷയുടെയും മകനാണ്. തിരുവില്ലാമലയിൽ വീട്ടിൽ നിന്നും വാഷും വാറ്റുചാരായവും പഴയന്നൂർ എക്സൈസ് സംഘം പിടികൂടി. തിരുവില്ലാമല സ്വദേശി മണ്ടനാലിൽ അനിൽ ഘോഷിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. 40 ലിറ്റർ വാഷും 5 ലിറ്റർ ചാരായവുമാണ് പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MK ബിനു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ് കുമാർ, പ്രവീൺ, ബിപിൻ ഭാസ്കർ, മിഥുൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനു തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച യുവാവ് ചികിത്സാ സഹായം തേടുന്നു. മണ്ണമ്പേട്ട വട്ടനാത്ര അനുഗ്രഹ വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 41 വയസ്സുള്ള അനൂപ് കുമാറാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. 12-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ. ദുബായിലെ മറൈൻ മേഖലയിൽ ജോലി ചെയ്തിരുന്ന അനൂപിന് 2020-ലെ കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടു. അനൂപ് കുമാറിനും പ്രായമായ അച്ഛനും മാത്രമുള്ള കുടുംബത്തിന് ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് പണം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. ഉദാരമതികൾക്ക് ഫെഡറൽ ബാങ്കിന്റെ മണ്ണമ്പേട്ട ശാഖയിൽ 12254100011719 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV പുതുക്കാട്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ നാട് കാണാനിറങ്ങി. കാണാതായ ഇവരെ ഓട്ടോ ഡ്രൈവർ രക്ഷിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. ആമ്പല്ലൂരിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സ്കൂളിൽ നിന്ന് 9 വയസ്സുകാരികളായ 2 കൂട്ടുകാരികളാണ് ബസ്സിൽ പലയിടങ്ങളിൽ സഞ്ചരിച്ച് ആമ്പല്ലൂരിൽ എത്തിയത്. അളഗപ്പ നഗർ സ്വദേശി കോക്കാടൻ ജെയ്സന്റെ ഓട്ടോയിൽ കയറി സമീപത്തെ കല്യാണ വീട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ചെറിയ കുട്ടികളുടെ പെരുമാറ്റവും സ്ഥലപരിചയമില്ലായ്മയും കണ്ടാണ് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയത്. തുടർന്ന് കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന സ്കൂൾ ID കാർഡിലെ ഫോൺ നമ്പറിൽ രക്ഷിതാവിനെ വിവരം അറിയിച്ചു. ഓട്ടോ ഡ്രൈവർ തന്നെ സ്കൂളിൽ കാത്തുനിന്ന രക്ഷിതാക്കൾക്കരികെ വിദ്യാർത്ഥികളെ എത്തിച്ചു. ഇതിനിടെ വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ട് ഒരു 2 കുട്ടികൾ വന്ന് വണ്ടി വിളിച്ചു, ഓട്ടോറിക്ഷ. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിന്റെ പോയി റൗണ്ട് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കരയിലും ഇതൊക്കെ ആയപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ കാശില്ല, വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ്
ഫോണിൽ വിളിച്ച അച്ഛനമ്മയും ഇങ്ങനെ പറഞ്ഞു സ്കൂളിൽ കൊണ്ട് വന്ന് സ്കൂളിൽ കൈമാറിയുള്ള. തൃശൂർ ACP ഓഫീസിന് ISO അംഗീകാരം. ACP ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗം സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. കമ്മീഷണർ അങ്കിത് അശോകൻ, ISO ഡയറക്ടർ N ശ്രീകുമാർ, ACP K സുദർശൻ, ASP ബിജു K സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി പൈനൂർ കനോലി കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. താന്യം അഴിമാവ് സ്വദേശി പേരാത്ത വീട്ടിൽ ധർമ്മന്റെ മകൻ 35 വയസ്സുള്ള ദ്രാലിഷാണ് മരിച്ചത്. പൈനൂർ NLP സ്കൂളിന് സമീപമുള്ള ഫാമിനടുത്തെ പുഴയിലാണ് മൃതദേഹം കണ്ടത്. 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. കയ്പമംഗലം പോലീസും നാട്ടിക ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം പുഴയിൽ നിന്നും പുറത്തെടുത്തു. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ബന്ധുക്കളെത്തിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അരനൂറ്റാണ്ടോളം മറ്റത്തൂരിലെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന PV പൌലോസ് മാസ്റ്ററുടെ സ്മരണയ്ക്കായി സ്മാരക സമിതി ഏർപ്പെടുത്തിയ സാമൂഹ്യശ്രീ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകരായ ലോനപ്പൻ കടമ്പോട്, K പ്രസാദ് എന്നിവർക്ക് മുംബൈയിലെ NMIMS യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറും PV പൌലോസ് മാസ്റ്ററുടെ മകനുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ സാമൂഹ്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു. കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ J ക്ലെമൻ സുധാകർ, സിംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ എന്നിവർ പങ്കെടുത്തു. കുട്ടനെല്ലൂർ ഔഷധിക്ക് സമീപം സ്കൂട്ടറിൽ മിനി വാൻ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരികളായ 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. മുർക്കിനിക്കര സ്വദേശിനി നിഷ, കൊഴുക്കുള്ളി സ്വദേശിനി ദർശന, നടത്തറ സ്വദേശിനി അനഘ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഔഷധിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജീവനക്കാരികളാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് റോഡിനു കുറുകെ അപകടാവസ്ഥയിലായ കലുങ്ക് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തട്ടിക്കൂട്ടുപണികൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതായി ആക്ഷേപം. കലുങ്കിന് മുകളിലെ റോഡിൽ ടാർ വീപ്പുകൾ നിരത്തി ചുവപ്പുനാട വലിച്ചുകെട്ടി തടസ്സം വെച്ചിരിക്കുകയാണ്. കലുങ്കിനടിയിൽ തകർന്നുപോയ ഭാഗത്ത് കരിങ്കൽ പാളികൾ അടുക്കിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വാഹനങ്ങൾ പോകുന്നത് മൂലമുള്ള കുലുക്കം കല്ലുകൾ വീണ്ടും താഴെ പോകാനും സാധ്യതയുണ്ട്. മഴക്കാലമായതിനാൽ കലുങ്കിനടിയിലൂടെ വെള്ളം ശക്തിയായി ഒഴുകിയാലും കല്ലുകൾ ഇളകി വീഴും. ഇവ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാതെ സൂത്രപ്പണി ചെയ്ത് കബളിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇനി വാണിജ്യം. അത്യാധുനിക സൌകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ അടാട്ട് ഭാരതീയ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ പുതിയൊരു ഉദ്യമത്തിന് തുടക്കമാകുന്നു. BVP സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇനി മുതൽ +2 CBSE സിലബസിനൊപ്പം JEE നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങും നൽകുന്ന ഒരു പദ്ധതിയാണ് പുതുതായി ഈ വർഷം ആവിഷ്കരിക്കുന്നത്. എന്നാൽ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രത്യേക ഫീസ് ഈടാക്കുന്നതല്ല. എൻട്രൻസ് കോച്ചിംഗ് രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. തികച്ചും സുരക്ഷിതമായ പഠനാന്തരീക്ഷം BVPയുടെ മാത്രം പ്രത്യേകതയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി മികച്ച നേട്ടമാണ് ബോർഡ് എക്സാമുകളിലും എൻട്രൻസ് മേഖലയിലും BVP നേടിയിട്ടുള്ളത്. +2വിന് ശേഷം JEE നീറ്റ് എന്നിവ പഠിച്ച് വർഷം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവർക്ക് ഒരു സുവർണാവസരമാണ് ഇതെന്നും അടാട്ട് പഞ്ചായത്തിലുള്ളവർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലെന്നും BVP സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ C സിന്ധു പറഞ്ഞു. അടാട്ട് പഞ്ചായത്തിലെ കുട്ടികളിൽ നിന്ന് അഡ്മിഷൻ ഫീ ഈടാക്കുന്നതല്ല. സ്കൂളിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഡിജിറ്റൽ ക്ലാസ് റൂംസ്, നല്ല പ്ലേ ഗ്രൗണ്ട്, കുട്ടികൾക്കുള്ള പാർക്ക്, സ്പെഷ്യൽ ലൈബ്രറിയും സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ഒരു സംരംഭത്തിനായിട്ട് സ്കൂളിൽ കിട്ടുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി 9895932161 എന്ന നമ്പറിലോ BVP സ്കൂൾ cbse@gmail.com എന്ന ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്.
കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. ഡിസിസി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. നേതൃത്വത്തിനെതിരെ വീണ്ടും നഗരത്തിൽ പോസ്റ്റർ. തോൽവിയെ തുടർന്ന് ഇടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ ശ്രമം. തൃശൂരിൽ വീഴ്ചയുണ്ടായെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. തൃശൂർ പൂരം നടത്തിപ്പിന് മാറ്റമുണ്ടാകുമെന്നും സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത് കോർപ്പറേഷൻ മേയർ. വനിതാ ഹൌസ് സർജനെ അപമാനിച്ച ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജറി യൂണിറ്റ് ചീഫ് പോളി ടി ജോസഫിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നടപടി പഠനയാത്രയ്ക്കിടെ അപമാനിച്ചുവെന്ന പരാതിയും. പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുതെന്ന് തീരുമാനം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നടപടിയും പിൻവലിച്ചു. അയ്യന്തോൾ ഔട്ട്പോസ്റ്റ് സമീപം അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ മോഷണം പോയി. ഒളരി മദർ ആശുപത്രിയിലെ ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് വികസനം. സിസി മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലക്കൽ സെന്ററിലെ കോൺക്രീറ്റിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാൻ തീരുമാനം. മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു. നെന്മണിക്കര, മണലി, മടവാക്കര, കാച്ചക്കടവിലാണ് ശുചിമുറി മാലിന്യം അടക്കമുള്ളവ ഒഴുകിയെത്തുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.